എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആലപ്പുഴ രൂപതയുടെ അഭിമാനമാണ് മരിയകുരേറ്റി പുണ്യവതിയുടെ നാമധേയത്തിലുള്ള ചെട്ടിയാട് ദേവാലയം. മരിയകുരേറ്റി പുണ്യവതിയെ നമ്മളെല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്നു. അതിൻ്റെ പ്രധാന കാരണം പരിശുദ്ധി, ക്ഷമ, ധൈര്യം, 3 കാര്യങ്ങളാണ് വിശുദ്ധ കാത്തു സൂക്ഷിക്കുകയും ലോകത്തിന് വിശ്വാസധീരതയുടെ അനുഗ്രഹം നൽകുകയും ചെയ്തത്. 23ാമത്തെ തിരുനാളിന് കൊടിയേറാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തുമ്പോളി കപ്പലോട്ടക്കാരി മാതാവിൻ്റെ തിരുനടയിൽ നിന്ന് അതിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് മരിയകുരേറ്റി ചാപ്പൽ നിലകൊള്ളുന്നത്. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കുറ്റിവീട്ടിൽ അച്ഛനും അതുപോലെ തന്നെ മരിയകുരേറ്റി ദേവാലയത്തിൻ്റെ മുഴുവൻ ദൈവജനത്തിനും തുമ്പോളി ഇടവക കുടുംബത്തിൻ്റെ തിരുനാൾ ആശംസകൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. പരിശുദ്ധിയോടും ധൈര്യത്തോടും ക്ഷമയോടും പുണ്യവതി കാണിച്ചിട്ടുള്ള അഗാധമായ സ്നേഹവും ലോകം മുഴുവനും വിശ്വാസത്തിൻ്റെ ജ്വലനം പകർന്നു തരുന്നതിലുള്ള ധീരമായ നിലപാടും നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ് പകർന്നു തരുന്നത്. ഈ തിരുനാളിന് നമുക്കെല്ലാവർക്കും ഒന്നുചേർന്ന് പരസ്പരം പ്രാർത്ഥിക്കുകയും ദൈവാനുഗ്രഹങ്ങൾ നേരുകയും ചെയ്യാം. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ചെട്ടിയാട് വിശുദ്ധ മരിയകുരേത്തിയുടെ നാമധേയത്തിലുള്ള പള്ളി തിരുനാളിനായിട്ട് ഇങ്ങനെ ഒരുങ്ങുമ്പോൾ എല്ലാവരെയും ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ വിശുദ്ധയിൽ വിളങ്ങി നിന്നിരുന്ന പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് സ്വായത്തമാക്കുവാനായിട്ട് ശ്രമിക്കാം. ഇറ്റലിയിലെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചിരുന്ന വിശുദ്ധ മരിയകുരേത്തിക്ക് വലിയ സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്കുണ്ടായിരുന്ന വലിയ സമ്പത്തെന്നത് ദൈവ സ്നേഹമായിരുന്നു. 1902 ജൂലൈ 5 തൻ്റെ അയൽവാസിയായിരുന്ന അലക്സാൻഡ്രോ സെറിനെല്ലി അവളെ പാപത്തിലേക്ക് വലിച്ചഴിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അന്ന് വിശുദ്ധ മരിയകുരേത്തി പറഞ്ഞ ആ വാക്കുകൾ ഇന്നും ലോകം ഓർമ്മിക്കുന്നു. അലക്സാൻഡ്രോ, അങ്ങനെ ചെയ്യരുത്, അത് പാപമാണ്, ദൈവത്തിന് അതിഷ്ടമല്ല, നിനക്കും നരകത്തിലേക്ക് പോകേണ്ടി വരും. അവൾ തൻ്റെ ജീവനേക്കാൾ വിശുദ്ധിയെ സ്നേഹിച്ചു, ദൈവത്തെ സ്നേഹിച്ചു. അങ്ങനെ കോപാകുലനായ അലക്സാൻഡ്രോ സെറിനെല്ലി തൻ്റെ കടാരയെടുത്തുകൊണ്ട് 14 കുത്തുകളാൽ അവളെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ അവൾ മരണശൈലിയിൽ കിടന്നു പറഞ്ഞ നന്മയുടെ സ്പന്ദനങ്ങൾ ഇന്നും ക്ഷമയുടെ മൂർത്തിഭാവമായിട്ട് ഇങ്ങനെ അലയടിക്കുന്നുണ്ട്. ഞാൻ അവനോട് ക്ഷമിക്കുന്നു, എന്നോടൊപ്പം അവനും സ്വർഗത്തിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, പിന്നീട് നീണ്ട ജയിൽ ശിക്ഷയ്ക്ക് ശേഷം അലക്സാൻഡ്രോ സെറിനെല്ലി മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നത് നാം കാണുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനെ കൊലയാളിയിൽ നിന്നും വിശുദ്ധിയിലേക്കും, ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്കും, പാപത്തിൽ നിന്നും പാപവിമോചനത്തിലേക്കും നയിച്ച വിശുദ്ധ മരിയകുരേത്തി നമ്മോട് പറയുന്നത് ഇതാണ്: ക്ഷമ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. മരിക്കേണ്ടി വന്നാലും വിശുദ്ധി നഷ്ടപ്പെടുത്താതിരിക്കുക. നിന്നിലെ അണഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവസ്നേഹത്തെ ഊതിക്കത്തിക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുക. ഒരിക്കൽ കൂടെ നിങ്ങളെ ഈ ചെട്ടിയാട് ഈ തിരുനാളിലേക്ക്, വിശുദ്ധ മരിയകുരേത്തിയുടെ തിരുനാളിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നേരുന്നതോടൊപ്പം വിശുദ്ധ മരിയകുരേത്തിയുടെ വാക്കുകളോടുകൂടെ തന്നെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരും ചെയ്യുന്ന കാര്യം ശരിയാവണമെന്നില്ല, ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കമാനസർക്കും നിർമ്മല ഹൃദയർക്കും സമ്മാനമുണ്ട്, സ്വർഗസമ്മാനമുണ്ട്. ആലപ്പുഴ രൂപതയിലെ ചെട്ടിയാട് വിശുദ്ധ മരിയകുരേത്തിയുടെ പള്ളിയിൽ 23ാമത് തിരുനാളാണ്. നിഷ്കളങ്കർക്ക് സമ്മാനമുണ്ടെന്ന് ബൈബിൾ ഓർമ്മിപ്പിക്കുന്നു, വിശുദ്ധരത് സാക്ഷ്യപ്പെടുത്തുന്നു. 2 ദിനവൃത്താന്തം 16:9. തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വ്യാപരിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ലോകം മുഴുവനും പായുന്നു. തൻ്റെ നിഷ്കളങ്കർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കാൻ പായുന്ന കണ്ണുകൾ നിങ്ങളുടെ മേലെ ഉണ്ടാകുവാൻ ഈ തിരുനാൾ സഹായിക്കട്ടെ. വിശുദ്ധരാകാനും കൊച്ചു കാര്യങ്ങളിൽ വിശുദ്ധി പാലിക്കാനും ഒരു നിഷ്കളങ്കതയുടെ ആർജവത്വത്തോടുകൂടി ദൈവസന്നിധിയിൽ ആരാധിക്കുവാനും വിശുദ്ധ മരിയകുരേത്തി പുറകിൽ നിന്ന് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. മിശിഹായുടെ നാമം നമ്മളെ സൗഖ്യപ്പെടുത്തുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. നല്ല തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. സ്നേഹത്തോടെ ഷാജി തമ്പുരാച്ചൻ.